അയ്യേ സുമേഷ്, നിനക്ക് ഈ ധീരതയെ പറ്റി വല്ല ഐഡിയ ഉണ്ടോടേ? ഈ പിള്ളേരെ പറ്റിക്കുന്ന ധീരതയില്ലേ, അതിഷ്ടം പോലെ ഉണ്ട് അല്ലേ? കള്ള പെണ്ണെ, നീ കുറെ നാളുകൊണ്ട് എന്നെ കള്ളാന്ന് വിളിക്കുന്ന എടാ നീ അതൊക്കെ വിടറേ. എടാ നീ എനിക്ക് എന്തെങ്കിലും രണ്ട് ധീരത പറഞ്ഞാടേ. എടേ ആ പെണ്ണ് എനിക്കൊരു സ്വസ്ഥ തരണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. എടേ എന്തെങ്കിലും ഹീറോയിസം കാണിച്ചേ TV-യിൽ കയറി പറ്റിയേ പറ്റുള്ളൂ. അളിയാ, ഫുഡ് പോയിസൺ അടിച്ചാലോ? എടിച്ച് പോടാ അയച്ച്. നിനക്ക് വല്ല അറിയാമെങ്കിൽ നീ പറഞ്ഞ ഫുഡ് പോയിസൺ അടിച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ വേറെ കിടില ഐഡിയ ഉണ്ട്, ഞാൻ വേണേ പറഞ്ഞുതരാം. വെറുതെ മാമ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എടിച്ച് പൊടി ആണ്ടേ, നിന്നെ 3 ഉണ്ടല്ലേ, അതിനകത്ത് 4 ഉണ്ടല്ലേ, അതിനകത്ത് വെച്ച് കോൺക്രീറ്റ് വെച്ച് പൂട്ടിക്കളയും. അത് 4 കെട്ടല്ലേ, അത് നടുമുറ്റം. എന്തോ മുറ്റായാലും എടിച്ച് പോ, ഇവളുമാരെ പറഞ്ഞു വിടും. പോടാ ശംഭു, പോടാ പോ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താടേ. അളിയാ, ഓ അളിയ വന്നേ. എടേ എന്തെങ്കിലും ഉണ്ടാടേ. അളിയൊരു TV കയറണോ അല്ലേ? ഓ അത്രേ ഉള്ളോ? അത്ര ഉള്ളടാ. CCTV. അളിയന് വൈറലാവണമെങ്കിൽ ഏതെങ്കിലും CCTV മുമ്പിൽ ചെന്ന് ഹീറോയിസം കാണിച്ചാൽ മതി. എന്റെ ചേട്ടന്റെ പൂച്ച കൊടുത്ത് ഒന്നും അല്ലതോ. എടേ ഞാൻ ഈ CCTV മുമ്പ് എന്തോ ഹീറോയിസം കാണിക്കാൻ? അളിയനെ ഇങ്ങനെ ചാഞ്ഞു വരുന്ന പോസ്റ്റ് ഇങ്ങനെ താങ്ങിരുത്താൻ പറ്റൂ? എടേ നീ മനുഷ്യനെ കൊണ്ട് പറ്റണമെല്ലാം പറയട്ടെ. എന്നാ അവിടെ ഒരു ബോംബ് എറിഞ്ഞാലോ? അയ്യാ സാമി, നീ ആളെ വിടറേ. എന്നാ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അതാണ്, നീ ആലോചിച്ചിട്ട് ഒരു നല്ല ഐഡിയ പറഞ്ഞ നിനക്ക് പറ്റും. അളിയാ, ഓ അളിയനെ CCTV മുമ്പിൽ ചെന്നേ നിക്കറിട്ട് ഇങ്ങനെ കുലുങ്ങാൻ പറ്റൂ? നിക്കറാണ് എവിടത്തെ തീരെയാടാ നിനക്ക്? എന്താ വെച്ചാൽ എനിക്കറിയത്തില്ല, അളിയ ഇതൊന്ന് ചെയ്തു നോക്കും. എടേ നീ അടിച്ചു പോ. ഇതിപ്പോ മിക്കവാറും നിന്നെ ഞാൻ CCTV മുമ്പ് ഇട്ട് പട്ടി അടിക്കുമ്പോൾ അടിച്ചു കൊല്ലും കേട്ടാ. എന്നാ കുണ്ടോ മഞ്ചല് കുണ്ടോ മാലിലങ്കേറേ. ദുരന്തം പിടിച്ച സമയത്താണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് ഐഡിയ ചോദിച്ചത്. മാലിലങ്കേരയാ? ചെറിയ ഐഡിയ ഞാൻ പറയാം. നീ ഇനി ഒന്നും പറയണ്ട. ചെറുതുണ്ട്. വേണ്ട, നീ വേണ്ടാത്തോണ്ടാണ്. നീ പറ. അതിൽ ഞാൻ പറഞ്ഞു തരാം. എന്റെ പിങ്കിയാ എണ്ണപ്പലഹാരം തിന്നുന്ന നിർത്ത് നീ. പത്രവാർത്ത കണ്ടിട്ട് കൂട്ടുകാരെല്ലാരും വിളിച്ചു. ആകെപ്പാടൊരു കുളിർ തന്നെയാട്ടോ. ആദ്യമായിട്ടേ മനുഷ്യരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നത്. നീ പ്രസിഡന്റ് ആവുമ്പോ എന്തോ ആയിരിക്കും. എനിക്കുണ്ട് ഒരു ഭർത്താവ്, ഒരു ഗുണമില്ല. എല്ലാവർക്കും ഒരുപോലെ വീരന്മാരാവും പറ്റൂലല്ലോ പിങ്കി. വീരന്മാരൊക്കെ താഴെ വീരെന്നാ കൊള്ളാം. എന്നാ ഓ ശരി. ഇത് ശരിയാവൂല. എന്തൊറ്റേ ഏത് നേരത്താണെന്തോ ആ മിണ്ടാപ്രാണി അസോസിയേഷൻ അവന്മാരുടെ പ്രസിഡന്റ് ആവാന്ന് പറയാൻ വേണ്ടി തോന്നി. എന്താ പ്രശ്നം? എന്താ? ഒരു അംഗം പൊങ്ങുമില്ലാത്ത കുറെ കിഴങ്ങന്മാരാണെന്നാണ് അവിടെ കയറി ഇരിക്കണേ. അവരെന്താണ് നിന്നെ വിളിച്ച് പറയുന്നത്? എന്താന്നൊക്കെ വിളിച്ച് ചോദിക്കണത് കേട്ടാ ചിരിച്ച് ചാവും. പറ ചേട്ടാ കേക്കട്ടെ. മുള്ളമ്പന്തിയും പൂച്ച ഒരു കൂട്ടി ഇടാമോ? പാമ്പും കീരിയും കൂടെ അടി ഇടുമ്പോ ആദ്യം ആര് രക്ഷിക്കണം? അങ്ങനെയൊക്കെ വിളിക്കുന്നു. ഹലോ, ആ ഷിജിനെ പറയടാ. ഒരു സെക്കൻഡ്. കൊളക്കോഴി എന്തൊക്കെ തിന്നുന്ന്? ആ ഷിജിനെ, ആ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലെക്സും ഒരു കപ്പ് പാലും. ഉച്ചക്ക് കുത്തരിയുടെ ഒരു ചോറ്. ഒരു കലം കൊടുത്താലും മതി. പിന്നെ മുട്ട ഒലത്തിയത്. പിന്നെ കളിയാക്കാതെ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ തുടങ്ങാൻ. ഓ ഞാൻ വിളിച്ചോളാം ഷിജിനെ. ശരി. എന്നെ കൊണ്ട് പറ്റൂല പ്രസിഡന്റ് ആവാനൊന്നും. അല്ല അപ്പൊ പ്രസിഡന്റ് ആയില്ലേ എന്ത് ചെയ്യും? ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആവൂല, അത്ര തന്നെ. ഞാൻ എല്ലാരോടും പറഞ്ഞു പോയി. നിന്റെ അടുത്ത് ആരും എല്ലായിടത്തും പോയി പറയാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞത് ആരോടും വിളിച്ച് പറയണ്ടെന്ന്. അപ്പൊ അഹങ്കാരം എല്ലാരെയും വിളിച്ച് പറഞ്ഞു. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എന്തൊക്കെയായിരുന്നു പുകില്. പ്രസ് കോൺഫറൻസ്, ചൈനയുടെ പ്രസിഡന്റ്. എന്റെ പൊന്നച്ച നരസിംഹമാണ് ഇത്. എവിടന്നൊക്കെ പൊട്ടി വരണേ? വരുമടാ, ഞാൻ എല്ലായിടത്തും വരും. അല്ലേലും ഒരു നല്ല കാര്യം വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പനും കൊള്ളാം, മക്കളും കൊള്ളാം. അവന് പറ്റിയ സംഘടന തന്നെ, മിണ്ടാപ്രാണികളുടെ പ്രസിഡന്റ് പോലും. അവൻ അങ്ങനെ തന്നെ വേണോടി. നടന്ന മനുഷ്യൻ ഡെപ്പ് തെറിച്ചല്ല. CCTV കാണേണ്ട ഒരു തേങ്ങയും കാണില്ല ഇവിടെ. അളിയ നടന്ന് ക്ഷീണിച്ചേ പൈപ്പിൻ ചൂട്ടിലെ വെള്ളം കുടിക്കാതെ ആരും ഫേമസ് ഒന്നും ആയിട്ടില്ല. തന്നെ പിന്നെ അല്ലാതെ. ഡേയ് നിന്റെ ഫോണിലെ ക്യാമറ പോരെടേ, ഇനി CCTV തന്നെ വേണോ? CCTV വേണം, CCTV തന്നെ വേണം. അളിയ CCTV എന്ന് വെച്ചാൽ വേറെ മൂടാണ്. നന്മമരങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. പിന്നല്ലേ
എടാ ഏതായാലും നീ ഇങ്ങനെ പോസ്റ്റ് പോലെ നിൽക്കുന്നു. നീ ഒരു ക്യാമറ പിടിച്ചോണ്ട് അനങ്ങാ നിന്നാ പോരടേ. വേണമെങ്കിൽ നമുക്ക് CCTV എഡിറ്റ് ചെയ്തും കയറ്റാം. അപ്പൊ പിന്നെ ആരഭിനയിക്കും? ഓഹോ, അപ്പൊ നീ അഭിനയിക്കുന്നുണ്ടോ? പിന്നെ അല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഫേമസ് ആവണ്ട. വേണ്ടതല്ല, വിളിച്ചോണ്ടനെ ഇങ്ങനെ കെട്ടിയെടുത്തത്. അളിയാ കാണുന്ന ക്യാമറ അല്ലേ? വല്ലതും വർക്കൗട്ട് ആവൂടെ? അച്ഛാ, അച്ഛനത് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് വിട്. നിങ്ങളുടെ അമ്മ സമ്മതിക്കൂല മക്കളെ, അവൾ ആരുടെ പറഞ്ഞു പോയോലും. ഇനിയിപ്പൊ അച്ഛൻ ഫേമസ് ആയ സ്ഥിതിക്ക് ഒരു സംഘടനയൊക്കെ അങ്ങ് തുടങ്ങ്. അതങ്ങനെ എളുപ്പമുള്ള പരിപാടിയല്ല മക്കളെ. തട്ടുകട തുടങ്ങണമല്ല, സംഘടന അങ്ങനെ എളുപ്പത്തിൽ തുടങ്ങാനൊന്നും പറ്റത്തില്ല. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് വിട്ടുകളാ. ഞാൻ അന്നേരത്തെ ഒരു മൂഡിനെ അതാണ്ടൊക്കെ പറഞ്ഞ. എന്തായാലും പത്രത്തിൽ പടമൊക്കെ ഒന്നുമില്ലേ, കൂടുതൽ ഫേമസ് ആയാലും കൊള്ളത്തില്ല. അപ്പൊ മോളിലൊന്നും പോകാൻ പറ്റില്ല അല്ലേ? ആ, ആൾക്കാരൊക്കെ കയറി വളഞ്ഞു കളയും അല്ലേ മക്കളെ? പിന്നെ അല്ലാതെ. അപ്പൊ പോണ്ടല്ലേ? വേണ്ടെന്ന്, നിങ്ങൾ സമാധാനമായിട്ടിരി. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഓ, ഹീറോ അവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ പോണേ. എവിടെ പോന്നു? അവിടെ ഇരിക്കും. അച്ഛാ, ഇങ്ങോട്ടിരുന്നേ. ഇരിക്കും, അവിടെ ഇരിക്കും. നിങ്ങൾ രണ്ടും കൂടെ എന്തിനാ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്? ഇന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ട് പോയാൽ മതി. അവിടെ ഇരിക്കും നിങ്ങള്. എന്നെ കൊണ്ടൊന്നും വിളിഞ്ഞ അച്ഛൻ അണ്ണാന്ന് വിളിച്ചതല്ലേ? അച്ഛനെ അണ്ണാന്ന് വിളിച്ച? പിന്നെ അല്ലാതെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. എന്റെ പടം പത്രത്തിൽ വന്നതിന്റെ അസൂയ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പത്രത്തിൽ ആരും കാണാത്ത ഒരു ചെറിയ കോളം ന്യൂസ് വന്നതാണ് വലിയ കാര്യം. അതാണ് ഞാനും ആലോചിക്കണേ. ഇക്കണക്കിന് എന്റെ പടം TV-യിലെങ്ങാനും വന്നിട്ട് നിങ്ങൾ എനിക്ക് വിഷം തന്ന് കൊന്നേനല്ല. ചുമ്മാ ഒരു ഉത്തമണ്ണ. അച്ഛനൊന്ന് സമാധാനപ്പെടാം. ഓ, ഞാൻ എപ്പോഴേ സമാധാനപ്പെട്ടു. നിങ്ങൾ ഇനി അച്ഛനെ അണ്ണാന്ന് വിളിക്കോ? എടോ, ആരെങ്കിലും അച്ഛൻ അണ്ണാന്ന് വിളിക്കൂ? അത് കൊളോക്കിലായിട്ട് ഇങ്ങനെ പറയണല്ലേ, എന്റെ പൊന്നണ്ണ, അങ്ങനെ പറഞ്ഞാണ്. ആ, അത്രേ ഉള്ളു കാര്യം അച്ഛാ. അച്ഛനത് വിട്ടുകളാ. അച്ഛൻ ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉത്തുവണ്ണെ കളിയാക്കുവോ? കാരണം ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ശ്രമിക്കാം. അത് മതി, അത്ര മതി. വഴക്കുണ്ടാക്കാതിരുന്നാ മതി ഇവിടെ. എന്തോ എന്തിനാണ് ആളുകൾ പൊട്ടിക്കുന്നത്? വരുമല്ലേ ശിവേട്ടൻ അവിടെ? എടാ, ശിവേട്ടൻ അവിടെ ഒന്ന് നോക്കി പിടിക്കും ഉണ്ടക്കണേ. അളിയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി 21 ദിവസത്തേക്ക് ക്വാറന്റൈനിലാക്കി. നിങ്ങളിപ്പോ എവിടെ പോയിരുന്നേ? നീ പറയുന്നോ ഞാൻ പറയണോ? നീ പറഞ്ഞു ചേട്ടന്റെ പടം പത്രത്തിൽ വന്നത് കണ്ട് ഇവൾ അളിയന്റെ അടുത്ത് പറഞ്ഞു, അളിയന്റെ പടം പത്രത്തിൽ വന്നാ പോരെ TV-യിലൂടെ വരണമെന്ന്. എന്തോന്ന്? TV-യിലും കൂടെ വരണമെന്ന്. ആരെ പടം? അളിയന്റെ പടം. അവൻ എങ്ങനെയാ പോലീസ് പിടിച്ചെന്ന് പറ. ഞങ്ങൾ CCTV കണ്ടാലേ തീരെ കാണിക്കാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ കുറെ ദൂരം ഇങ്ങനെ CCTV നോക്കി കുറെ ദൂരം അങ്ങ് നടന്നു. എന്നിട്ട് എന്തുവാ, ഞങ്ങൾ നടന്ന് കുഴഞ്ഞ് ഒരു 40-45 ഡിഗ്രി ഒരു വേനലടിച്ച കാറ്റൊക്കെ പെട്ടെന്ന് പറയാടാ അങ്ങോട്ട്. നിങ്ങളല്ലേ ഏട്ടാ പറഞ്ഞ എല്ലാം മുൾമുലയും നിർത്തി സംസാരിക്കാവുന്നു. ഓ, നീ അവര് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. എങ്കിൽ ഞാൻ പറയാം ചേച്ചി. ഞാനും അളിയനും കൂടെ ഒരു ഹോട്ടലിൽ കയറി ചെന്ന് അവിടെ ക്യാമറ ഉണ്ടായിരുന്നേ. അപ്പൊ ചേറി ചെന്നതും ഏതോ ഒരു വെറുവാക്കിൽ ഓടിച്ചോണ്ട് റൂട്ട് മാപ്പ് പൊക്കി പിടിച്ചോണ്ട് ഒരു പോലീസുകാർ ഓടി വന്നു. അളിയനെ പിടിച്ച് പോലീസിൽ പോയിട്ട് ഞാൻ നേരെ കണ്ടം വഴി ഓടി. എന്ത് പണിയാടി നീ കാണിച്ച? ഇനി 21 ദിവസം ചെറുക്കൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? നീ വിഷമിക്കണ്ട, നീ വിഷമിക്കേ വേണ്ട. നിനക്ക് സന്തോഷം തരുന്ന രീതിയിൽ വൈറലാകാൻ പറ്റുന്ന ഒരു ഐറ്റം അളി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുവാടാ? എന്റെ പൊന്ന് സാറേ, എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ടാ സാറേ ഞാൻ ഇങ്ങോട്ട് വന്ന സാറേ, അവൾ എന്നെ കുരിച്ചേർത്ത് ഇടിക്കും സാറേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനം അളി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം നിങ്ങളെല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. കൊറോണ ഉള്ള ഹോട്ടലിൽ പോവാൻ ഞാൻ പറഞ്ഞു. നിർത്ത്. നീ ആ ഹോട്ടലിൽ കയറിയോ? കേറിയെങ്കിൽ ഒന്ന് മാറി അച്ഛാ, ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. എടാ, അതിപ്പോ കാലിൽ കൂടെ അള്ളിപ്പിടിച്ച് കയറി നിന്റെ മൂക്കി എത്തിക്കാണും. വേണ്ട, ഉച്ചയിൽ വന്ന് വേണം ഇളക്കി എടുത്തോ. ഇളക്കി എടുത്ത് തിന്നു. അല്ല സുമേഷ്, അവര് പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെ മുത്തശ്ശിയും പിള്ളേരും ഒക്കെ ഉള്ളല്ലേ, റിസ്ക് എടുക്കാൻ പറ്റൂല. ആ, അത് ശരിയാ. ഇറങ്ങണ അങ്ങോട്ടേക്ക്. എടി മൂദേവി, നീ ഒരുത്തിയാറുണ്ടല്ലോ രണ്ടുപേരെ വഴിയാതായത്. അത് നീ ആലോചിക്കണം. ഞാൻ ഇങ്ങോട്ട് പോകാൻ അച്ഛ ഫോൺ വിളിക്കും കേട്ടിട്ടില്ലേ? പ്രതിരോധം രോഗത്തോടാണ്, രോഗികളല്ലെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എടാ, നീ ഒറ്റക്കല്ലല്ലോ, ശിവേട്ടനല്ലേ, പോടാ അങ്ങോട്ടേക്ക്. നോക്കോ, പിടിച്ചു കയറി തരിഞ്ഞ് ഡിസ്റ്റൻസ്. എന്റെ പൊന്നമ്പാട്ടി, നിന്നെടുത്ത് ഒരു കാര്യം പറയാം. ദൈവത്തെ ഓർത്ത് ഈ വക തറ പരിപാടിക്ക് ആരെയും വിളിക്കരുത്. നീ എന്താടി ഒന്നും മിണ്ടാത്തേ? നിന്റെ വായിക്കാത്ത ഉപ്പുമാ ഉരുട്ടി വെച്ചിട്ടുണ്ടോ? എടാ, പയ്യെ പറയടാ, തുപ്പൽ എറിയും. ദൂരെ കൊറോണ പിടിച്ചെന്ന്.